അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. കുല്ലു ബിദ്അത്തിൻ ളലാല വകുല്ലു ളലാലത്തിൻ ഫിന്നാർ. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു മുതഅല്ലിം സുഹൃത്തുക്കളെ, മരണാനന്തര കർമ്മങ്ങൾ വിശ്വാസം അനുവർത്തിക്കേണ്ടവ എന്ന വിഷയത്തെ സംബന്ധിച്ചുള്ള വിവരണമാണ് ഇവിടെ തയ്യാറാക്കിയിട്ടുള്ളത്. ഇവിടെ നമുക്ക് നൽകിയിട്ടുള്ളത് പ്രധാനമായും സുന്നത്തും ബിദ്അത്തും എന്ന തലക്കെട്ടോട് കൂടിയിട്ടാണ്. എന്താണ് ഇവിടെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിൻ്റെ ആശയധാര മുന്നോട്ട് വെക്കുന്നത് എന്നുള്ളതും അതോടൊപ്പം തന്നെ പുത്തൻവാദികൾ കൊണ്ടുവന്ന നവീനവാദങ്ങൾ എന്താണ് എന്നുള്ളതുമാണ്. നാം ഇന്ന് കാണുന്നത് പോലെ തന്നെ മുജാഹിദ് മറ്റു നവീനവാദികൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിനെ പരിപൂർണമായി ഇല്ലാതാക്കുക എന്ന ദുഷ്ടലാക്കോടുകൂടെ മരണാനന്തര കർമ്മങ്ങളുമായി വിമുഖത കാണിക്കുന്നത് നാം കാണാറുണ്ട്. ഇവിടെ നമുക്ക് ആദ്യം ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്ന് പറഞ്ഞു, ഇന്ന ഉമ്മി മാതത് വലം തൂസി അഫലഹ അജ്റുൻ ഇൻ തസദ്ദഖതു അൻഹ. നബിയെ, എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയി, എന്നോടാണെങ്കിൽ ഒന്നും വസിയത്ത് ചെയ്തിട്ടുമില്ല, എന്നാൽ ഞാൻ ആ മാതാവിന് വേണ്ടി വല്ലതും സ്വതക്ക ചെയ്താൽ സ്വീകരിക്കുമോ എന്ന് ഒരു സ്ത്രീ വന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ നിന്ന് പറയുകയുണ്ടായി, നഅം, അതേ, സ്വീകരിക്കുമെന്ന്. ഇനി മറ്റൊരു കാര്യമെന്നുള്ളത്, മരണപ്പെട്ടവർക്ക് വേണ്ടി ഖുർആൻ പാരായണം ചെയ്താൽ സ്വീകരിക്കുമോ എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഖ്റഉ അലാ അംവാതികും യാസീൻ, നിങ്ങൾ മരിച്ച ആളുകളുടെ മേൽ യാസീൻ ഓതിക്കൊള്ളുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഒരിക്കൽ സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്നുകൊണ്ട് പറഞ്ഞു, നബിയെ, എൻ്റെ മാതാവ് മരണപ്പെട്ടു പോയിട്ടുണ്ട്. മരണപ്പെട്ടു പോയ സമയത്ത് ഞാനാണെങ്കിൽ നാട്ടിലുണ്ടായിട്ടുമില്ല. ഞാൻ വല്ല കാര്യം സ്വതക്ക ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമോ എന്ന് സഅദ് ബിൻ ഉബാദ റളിയല്ലാഹു അൻഹു നബിയോട് വന്ന് ചോദിച്ചപ്പോൾ നബി അപ്പോഴും പറഞ്ഞു നഅം എന്നുള്ളത്. ഈ ഒരു ഹദീസിൽ നിന്നും അഹ്ലുസുന്നത്ത് സാധാരണയായി അനുവർത്തിച്ചു പോരുന്ന 14, 40 ആണ്ട് തുടങ്ങിയ കർമ്മങ്ങൾ അത് പ്രാമാണിക വിരുദ്ധമാണ് എന്നുള്ള വാദങ്ങൾ തീർത്തും തെറ്റാണെന്ന് അറിയിക്കുന്നു. ഇനി ഭക്ഷണം വിതരണം ചെയ്യാൻ പറ്റുമോ എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഖദീജ റളിയല്ലാഹുവിനെ പ്രത്യേകം സ്മരിച്ചുകൊണ്ട് ബീവിയുടെ കൂട്ടുകാരികളെല്ലാം വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുത്തതായി ഹദീസിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം ഹദീസിൻ്റെയും ആയത്തിൻ്റെയും ലോഹിരിയ മാന മാത്രം അനുസരിച്ചുകൊണ്ട് ഉള്ള പുത്തൻവാദികൾക്ക് ഇതെല്ലാം തിരുത്താണ്. ഇസ്ലാമിൽ മയ്യിത്ത് സംസ്കാരം കേവലം ഒരു സാംസ്കാരിക പാരമ്പര്യമല്ല, മറിച്ച് ആത്മീയവും സാമൂഹികവും നിയമപരവുമായ വശങ്ങൾ ഉൾക്കൊള്ളുന്ന അഗാധമായ വിശ്വാസ പ്രവർത്തികളായി കണക്കാക്കപ്പെടുന്നു. മരണത്തെക്കുറിച്ചുള്ള ഇസ്ലാമിക വീക്ഷണം അതൊരു അവസാനമല്ല, മറിച്ച് ഐഹിക ജീവിതത്തിൽ നിന്ന് പരലോകത്തിലേക്കുള്ള സ്വാഭാവികമായ പരിവർത്തനമാണ്. മരണപ്പെട്ടയാളെ ബഹുമാനിക്കാനും കുടുംബത്തിന് ആശ്വാസം നൽകാനും ജീവിതത്തിൻ്റെ നശ്വരതയെ ഓർമ്മിപ്പിക്കാനും ലക്ഷ്യമിട്ടുള്ള ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ഒരു പരമ്പരയാണ് ഈ പരിവർത്തനത്തെ അടയാളപ്പെടുത്തുന്നത്. ഈ ആചാരങ്ങൾ മരണത്തിലെ വിനയം, ലാളിത്യം, സമത്വം എന്നിവ ഊന്നി പറയുന്നു. മനുഷ്യമൂല്യം ലൗകിക പദവിയോ സമ്പത്തോ അല്ലാതെ ഭക്തിയിലും സൽക്കർമ്മങ്ങളിലും അധിഷ്ഠിതമാണെന്ന് ഇസ്ലാമിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. ഖുർആൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറഹും യൗമൽ ഖിയാമ, ഓരോ ആത്മാവും മരണം ആസ്വദിക്കും. ഖിയാമത്ത് നാളിൽ മാത്രമേ നിങ്ങൾക്ക് മുഴുവൻ പ്രതിഫലവും നൽകപ്പെടുകയുള്ളൂ. ജീവിതം ഒരു പരീക്ഷണമാണെന്ന സങ്കല്പത്തെ ഈ വാക്യം ശക്തിപ്പെടുത്തുന്നു.
ഒരാളുടെ ജീവിതകാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ വരാനിരിക്കുന്ന ജീവിതത്തിൽ അവരുടെ വിധി നിർണ്ണയിക്കും. ഇസ്ലാമിക മയ്യത്ത് സംസ്കാരത്തിൻ്റെ ആദ്യഘട്ടം മരണപ്പെട്ടയാളെ കുളിപ്പിക്കലാണ്. ഇത് കേവലം ഒരു ശാരീരിക ശുദ്ധീകരണം മാത്രമല്ല, മറിച്ച് ആത്മീയ ശുദ്ധീകരണത്തിൻ്റെ പ്രതീകാത്മകമായ പ്രവർത്തനമാണ്. മരണാനന്തര ജീവിതത്തിലേക്കുള്ള യാത്രക്കായി ശരീരത്തെ സജ്ജമാക്കുന്നു. അടുത്ത കുടുംബങ്ങളോ വിശ്വസ്തരായ വ്യക്തികളോ നടത്തുന്ന ശരീരത്തെ കുളിപ്പിക്കൽ സമൂഹത്തിൻ്റെ ബാധ്യതയാണ്. ഇതിനെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഫർള് കിഫ എന്ന ഹുക്കുമിലാണ് ഉൾപ്പെടുത്തുന്നത്. ഇസ്ലാമിക പാരമ്പര്യം അനുശാസിക്കുന്ന മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് അത് ശ്രദ്ധയോടെയും ബഹുമാനത്തോടെയും കൂടെയാണ് നടത്തേണ്ടത്. ആചാരപരമായ കുളിപ്പിക്കലിനു ശേഷം ശരീരം കഫൻ എന്നറിയപ്പെടുന്ന ഒരു വെളുത്ത ആവരണത്തിൽ പൊതിയുന്നു. ഈ ആചാരം ഇസ്ലാമിലെ ലാളിത്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും തത്വത്തെ ഉയർത്തിക്കാട്ടുന്നു. അവിടെ എല്ലാ ആളുകളും അവരുടെ സമ്പത്തും പദവിയും പരിഗണിക്കാതെ മരണത്തിൽ തുല്യരായി പരിഗണിക്കപ്പെടുന്നു. പരമ്പരാഗതമായി പുരുഷന്മാരെ 3 തുണിയിൽ പൊതിയുന്നു, സ്ത്രീകളെ 5 തുണിയിലുമാണ് പൊതിയുന്നത്. മരണത്തിലെ വിനയം എന്ന ഈ ആശയം ആഡംബരപൂർണമായ മയ്യിത്ത് സംസ്കാരങ്ങൾക്കും വിപുലമായ ശവകുടീരങ്ങൾക്കും ഊന്നൽ നൽകുന്ന ചില സാംസ്കാരിക സമ്പ്രദായങ്ങളുമായി വളരെ വ്യത്യസ്തമാണ്. ഭൗതിക സമ്പത്തിൻ്റെ മരണാനന്തര ജീവിതത്തിൽ ഒരാളുടെ നിലനിൽപ്പിന് യാതൊരു സ്വാധീനവുമില്ലെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. മറിച്ച് വിശ്വാസവും നല്ല പ്രവൃത്തികളും ദൈവവുമായുള്ള ഒരുവൻ്റെ ബന്ധമാണ് യഥാർത്ഥത്തിൽ പ്രധാനം. കഫൻ ഈ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്നു. ജീവിതത്തിൻ്റെ ക്ഷണികമായ സ്വഭാവത്തെക്കുറിച്ചും ആത്മീയ വളർച്ചയിലും ദാനധർമ്മത്തിലും കേന്ദ്രീകൃതമായ ഒരു ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും മുസ്ലിങ്ങളെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. ഇസ്ലാമിക മയ്യിത്ത് സംസ്കാര പ്രക്രിയയുടെ കേന്ദ്ര ഘടകമാണ് സ്വലാത്തുൽ ജനാസ. മരണപ്പെട്ടയാളോട് പാപമോചനവും കാരുണ്യവും തേടുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഇത് ജമാഅത്തായി കണക്കാക്കപ്പെടുന്നത്. ഈ പ്രാർത്ഥനയിൽ 4 തക്ബീറുകൾ അടങ്ങിയിരിക്കുന്നു. കൂടാതെ ഇത് മറ്റു നിസ്കാരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് പ്രാർത്ഥനയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. പങ്കെടുക്കുന്നവർ മരിച്ചയാൾക്കു വേണ്ടി ക്ഷമിക്കാനും അവരുടെ ആത്മാവിനോട് കരുണ കാണിക്കാനും സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകാനും അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നു. സാമുദായിക ബന്ധം ഊട്ടിയുറപ്പിക്കുന്ന ഒരു കൂട്ടായ ആരാധന കൂടിയാണ് മയ്യിത്ത് നിസ്കാരം. പരേതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി ഒത്തുകൂടുന്നതിലൂടെ മുസ്ലിം സമൂഹം നഷ്ടത്തിൻ്റെ സമയങ്ങളിൽ ഐക്യവും പരസ്പര പിന്തുണയും വീണ്ടും ഉറപ്പിക്കുന്നു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സാമുദായിക പങ്കാളിത്തത്തിൻ്റെ പ്രാധാന്യം ഊന്നി പറയുന്നു. മൻ സല്ല അലാ ജനാസത്തിൻ ഫലഹു ഖിറാത്തുൻ വമൻ തബിഅഹാ ഹത്താ തുദ്ഫന ഫലഹു ഖിറാത്താൻ അൽ ഖിറാത്തു മിസ്ലു ഉഹുദ്. ആരെങ്കിലും ഒരു മയ്യിത്ത് സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയും നമസ്കരിക്കുകയും വരെ അവിടെ നിൽക്കുകയും ചെയ്താൽ ഒരു ഖിറാത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കുകയും ഖബറിടം വരെ പങ്കെടുക്കുന്നവർക്ക് 2 ഖിറാത്തിന് തുല്യമായ പ്രതിഫലം ലഭിക്കും. ഒരു ഖിറാത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചതുപോലെ ഒരു വലിയ പർവ്വതത്തിൻ്റെ വലുപ്പത്തിന് തുല്യമാണ്. ഈ ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിൻ്റെ അപാരമായ ആത്മീയ നേട്ടത്തിന് അടിവരയിടുകയും ചെയ്യുന്നു. മയ്യിത്ത് സംസ്കാര പ്രാർത്ഥനയെ തുടർന്ന് മയ്യിത്ത് സംസ്കാരം വേഗത്തിലാക്കാൻ മുസ്ലിങ്ങളെ ഉപദേശിച്ച പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അനുസരിച്ച് മരണപ്പെട്ടയാളെ വേഗത്തിൽ അടക്കം ചെയ്യുന്നു. അനാവശ്യമായ കാലതാമസം കൂടാതെ അവരുടെ മൃതദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നു എന്ന് ഉറപ്പുവരുത്തിക്കൊണ്ട് മരിച്ചയാളോടുള്ള ആദരവാണ് ഇത് ചെയ്യുന്നത്. ശവസംസ്കാരം തന്നെ ഒരു ലളിതമായ പ്രക്രിയയാണ്. മരണപ്പെട്ടയാളെ ഖിബലക്ക് അഭിമുഖമായി പ്രതിഷ്ഠിക്കുന്നു. ഈ സ്ഥാനനിർണയം വ്യക്തിയും അവരുടെ വിശ്വാസവും തമ്മിലുള്ള ആഴത്തിലുള്ള ബന്ധത്തെ മരണത്തിൽ പോലും പ്രതിഫലിപ്പിക്കുന്നു. മയ്യിത്ത് സംസ്കാരത്തിൽ പങ്കെടുക്കുന്നവരെ ഖബറിന് മുകളിൽ മണ്ണ് വയ്ക്കുന്നതിൽ പങ്കെടുക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് ഇസ്ലാമിക ജീവിതത്തിൻ്റെ അന്തിമ ഇടവാങ്ങലിൻ്റെയും സാമുദായിക സ്വഭാവത്തെയും പ്രതീകപ്പെടുത്തുന്നു. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പങ്കാളിത്തത്തെ ഊന്നി പറയുന്നു. ജനാസ സംസ്കാരം വേഗത്തിലാക്കുക. കാരണം മരിച്ചയാൾ നീതിമാനായിരുന്നുവെങ്കിൽ അത് നിങ്ങൾക്ക് അയക്കുന്ന ഒരു അനുഗ്രഹമാണ്. മറിച്ചാണെങ്കിൽ അത് നിങ്ങളുടെ കയ്യത്തിൽ നിന്ന് നീക്കം ചെയ്യുന്ന ഒരു തിന്മയാണ്. ഇസ്ലാമിൽ മയ്യിത്ത് സംസ്കാരത്തെ സമീപിക്കുന്ന ബഹുമാനവും അടിയന്തിരതയും ഇത് പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. മയ്യിത്ത് സംസ്കാരത്തിനു ശേഷവും മരണപ്പെട്ടയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് തുടരാൻ ജീവിക്കുന്നത് വരെ ഇസ്ലാമിക പാരമ്പര്യം പ്രോത്സാഹിപ്പിക്കുന്നു. ദുആ, മരിച്ചവർക്കുള്ള പ്രാർത്ഥന എന്നിവ ഉൾപ്പെടെയുള്ള ഈ പ്രാർത്ഥനകൾ സുന്നത്തിൽ വേരൂന്നിയ സ്നേഹത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും പ്രവൃത്തികളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ മരിക്കുമ്പോൾ 3 കർമ്മങ്ങൾ ഒഴികെ ഉള്ളതെല്ലാം അവസാനിക്കുന്നു. നിലവിലുള്ള ദാനധർമ്മം, ഉപകാരപ്രദമായ അറിവ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നീതിമാനായ കുട്ടി. ഖബറുകളിൽ നിന്ന് ഇസ്തിഗാസ തേടുകയോ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ അടിസ്ഥാനമില്ലാത്ത ആചാരങ്ങളിൽ ഏർപ്പെടുകയോ പോലുള്ള ചില നൂതന രീതികൾ എന്ന് വാദിക്കുന്നവരോട് ഇത് തികച്ചും വിരുദ്ധമാണ്.
മരണത്തെ സ്മരിക്കുന്നതിനുള്ള ഒരു ഉപാധിയായി പ്രോത്സാഹിപ്പിക്കപ്പെടുമ്പോൾ ഖബർ സന്ദർശനങ്ങൾ സുന്നത്തനുസരിച്ച് ലളിതവും പ്രതിഫലിപ്പിക്കുന്നതുമായിരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ നിർദ്ദേശിച്ചു, ഖബറുകൾ സന്ദർശിക്കൂ, കാരണം അവ നിങ്ങളെ പരലോകത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. എന്നിരുന്നാലും പുത്തൻവാദികൾ പലപ്പോഴും അനിസ്ലാമിക ആചാരങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഖബർ സന്ദർശനങ്ങളെ ഒരു വ്യാജമായി ഉപയോഗിക്കുകയും ഇസ്ലാം വിലക്കിയ വിധത്തിൽ മരിച്ചവരെ വിളിച്ചപേക്ഷിക്കുന്നതിനുള്ള ഒരു ചടങ്ങായി മാറ്റുകയും ചെയ്യുന്നു. ശവകുടീര സന്ദർശനങ്ങൾ പലപ്പോഴും പ്രാർത്ഥനയ്ക്കും പ്രതിഫലത്തിനുമുള്ള അവസരങ്ങളാണ്. അവിടെ ജീവിച്ചിരിക്കുന്നവർ മരിച്ചയാൾക്ക് വേണ്ടി പാപമോചനം തേടാനും മരണത്തിൻ്റെ യാഥാർത്ഥ്യത്തിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളാനും കഴിയും. ഇസ്ലാമിൽ മരണം ഭയക്കേണ്ട ഒന്നല്ല, മറിച്ച് അംഗീകരിക്കുകയും അതിനായി തയ്യാറാകുകയും ചെയ്യേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്ന സന്ദേശത്തെ ഈ ആചാരം ശക്തിപ്പെടുത്തുന്നു. മരണം അവരെ ആത്യന്തികമായി പരലോകത്തെ ശാശ്വത ജീവിതത്തിലേക്ക് നയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് നീതിയുടെയും ദാനത്തിൻ്റെയും വിനയത്തിൻ്റെയും ജീവിതം നയിക്കാൻ ഇത് മുസ്ലിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. അഹ്ലുസുന്നത്ത് വൽ ജമാ അനുഷ്ഠിക്കുന്ന ഇസ്ലാമിക മയ്യിത്ത് സംസ്കാര ചടങ്ങുകൾ പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞതും 14 നൂറ്റാണ്ടുകളായി സംരക്ഷിക്കപ്പെട്ടതുമായ വിശ്വാസത്തിൻ്റെ സമ്പൂർണ്ണവും തികഞ്ഞതുമായ ഒരു പ്രകടനമാണ്. ലാളിത്യം, വിനയം, അള്ളാഹുവിനോടുള്ള ഭക്തി എന്നിവയുടെ കാതലായ മൂല്യങ്ങൾ ഈ ആചാരങ്ങൾ ഊന്നിപ്പറയുന്നു. നേരെ മറിച്ച് പുത്തൻവാദികൾ അവതരിപ്പിക്കുന്ന നവീകരണങ്ങൾ യഥാർത്ഥ പാതയിൽ നിന്നുള്ള വ്യതിചലനങ്ങൾ മാത്രമല്ല, മറിച്ച് ഇസ്ലാമിൻ്റെ വിശുദ്ധിയെ ഭീഷണിപ്പെടുത്തുന്ന വികലങ്ങളാണ്. എല്ലാ രൂപത്തിലും ബിദ്അത്ത് നിരസിച്ചുകൊണ്ട് അഹ്ലുസുന്നത്ത് വൽ ജമാഅയുടെ ആചാരങ്ങളെ പ്രതിരോധിക്കുന്നതിൽ വിശ്വാസികൾ ഉറച്ചു നിൽക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആധികാരികമായ അധ്യാപനങ്ങൾ പാലിക്കുന്നതിലൂടെ മുസ്ലിങ്ങൾ മരിച്ചവരെ ആദരിക്കുന്നതിനും അവരുടെ മതപരമായ കടമകൾ നിറവേറ്റുന്നതിനും അവരുടെ വിശ്വാസത്തിൻ്റെ സമഗ്രത കാത്തുസൂക്ഷിക്കുന്നതിനും ഉറപ്പാക്കാൻ കഴിയും. സുന്നത്തിൽ വേരൂന്നിയ മയ്യിത്ത് സംസ്കാര ചടങ്ങുകൾ മരണം നിത്യജീവിതത്തിലേക്കുള്ള ഒരു വഴിയാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അവിടെ ഒരാളുടെ ഭക്തിയും അള്ളാഹുവിൻ്റെ കൽപ്പനകളോടുള്ള അനുസരണവും മാത്രമാണ് പ്രധാനം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഹക്കിനെ ഹക്കായിട്ടും ബാത്തിലിനെ ബാത്തിലായി മനസ്സിലാക്കാൻ തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.